ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഫ്ലാഷ് വ്ളോഗ്. ഇന്ന് ഞാൻ കുറച്ച് എണീച്ചപ്പോൾ ലേറ്റായി പോയി ഗൈസ്. രാവിലെ ജിമ്മ് ഞാൻ സാധാരണ ഇന്നലെയൊക്കെ 9:30 പക്ഷേ പിന്നെ എനിക്കൊന്ന് ട്രെയിനർ കുറച്ച് ബിസിയാന്ന് തോന്നുന്നു. അവൻ ആദ്യം 11:30 എന്ന് പറഞ്ഞു, പിന്നെ ഇപ്പോൾ 12:30 ആയി. അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കുറച്ച് ടൈം കിട്ടും. അല്ലെങ്കിൽ ഞാൻ മോസ്റ്റ്ലി ലഞ്ചാണ് നേരെ കഴിക്കുന്നത് ജിമ്മ് കഴിഞ്ഞ്. അപ്പം അതിന് മുമ്പേ ഒരു ബോയിൽഡ് എഗ്ഗോ അങ്ങനെ എന്തെങ്കിലുമാണ് ഇപ്പോൾ രാവിലെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നൊരു ചേഞ്ചിന് ഞാൻ മറ്റേ ഇത് വാങ്ങിച്ചായിരുന്നു, ഓർഡർ ചെയ്ത റോ സ്പെഷ്യൽസ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് റോ പ്രസറിയുടെയാണ് ബ്രേക്ക്ഫാസ്റ്റ് സാൻഡ്വിച്ച് പറഞ്ഞായിരുന്നു ഞാൻ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഒരു സ്മൂത്തിയും വന്നു, പക്ഷേ കിടിലം പാക്കിങ്. ഇനിയിപ്പോൾ ഹെൽത്തി ആയിട്ടൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെ സാലഡൊക്കെ അടിപൊളിയാണ്. ആണെങ്കിൽ ഓൺലൈനിൽ എനിക്ക് തോന്നുന്നു ഇവർക്ക് ചിലപ്പോൾ സബ്സ്ക്രിപ്ഷൻ ഇതുള്ളതെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതൊന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ടിയിരിക്കുന്നു. എൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് വേണം തീരുമാനിക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത്. ഒരു ഷേക്കും പറഞ്ഞായിരുന്നു, അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ തണുക്കാൻ വെച്ചു. ആൻഡ് ഇപ്പോൾ ഇത് കഴിച്ചിട്ട് 12:30 ആകുമ്പം എൻ്റെ ട്രെയിനർ വരും. അപ്പോൾ നേരെ ജിമ്മിൽ പോകണം, കുറച്ച് വർക്കൗട്ട് ചെയ്യണം. വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല ഗൈസ്, ഭയങ്കര ലൈറ്റായിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. ബിക്കോസ് ഞാൻ പറഞ്ഞില്ല, ഈ കഴുത്തിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഒത്തിരി സ്ട്രെയിൻ ചെയ്യുമ്പോൾ എനിക്ക് കഴുത്തിൻ്റെ ഈ ഒരു മസിലൊക്കെ ഭയങ്കര സ്റ്റിഫ് ആവുന്നുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ അത് ആയുർവേദത്തിൽ പോയിട്ടൊന്ന് എന്തെങ്കിലും അതിനുള്ള പരിപാടി ഉണ്ടോ എന്ന് നോക്കണം, അല്ലെങ്കിൽ ഫിസിയോ. എന്തെങ്കിലും ചെയ്തിട്ട് എൻ്റെ ഈ ഒരു കഴുത്തിലെ സ്റ്റിഫ്നെസ് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഒന്ന് കുറച്ചുകൂടെ ഒന്ന് പുഷ് ചെയ്യാൻ തോന്നുന്നു വർക്കൗട്ടിൽ. സോ അങ്ങനത്തെ പ്ലാനിലൊക്കെ ഇരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ശരി ഗൈസ്, നമുക്ക് ഈ സാൻഡ്വിച്ച് ഒന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഇതാണ് അതിൻ്റെ പാക്കിങ്, റോ സ്പെഷ്യൽസ്. ഇങ്ങനെ ഒറ്റ കൈ ഉണ്ടെല്ലാം ചെയ്യുമ്പോൾ. അയ്യോ, അത് ഭയങ്കര പാക്കിംഗ് ആണല്ലേ. ഒരു മിനിറ്റ്. ഓക്കെ. ഗ്രിൽ സാൻഡ്വിച്ചാണ് ഗൈസ്. ഇതാണ് സാൻഡ്വിച്ചിൻ്റെ ഉൾഭാഗം. നോ, ഇത് ക്രീമി സംഭവമാണ് കേട്ടോ. സോസൊക്കെ ഒഴിച്ച സാൻഡ്വിച്ചാണ്. എത്രത്തോളം ഹെൽത്തി ആണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ നോക്കാം. ലെറ്റ് മീ ട്രൈ ഇറ്റ് ആൻഡ് സീ. അടിപൊളി സാൻഡ്വിച്ച്. വാവ്, കിടിലൻ സാൻഡ്വിച്ച്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. വിലയുണ്ട് കേട്ടോ, എത്ര 200 സംതിങ് ആണ് ഒരു സാൻഡ്വിച്ചിന്. അത് ചീപ്പല്ല. ടോസ്റ്റഡ് ബ്രെഡും ഇതിൻ്റെ അകത്ത് കുറച്ച് സാധനങ്ങളുണ്ട്. ക്യാബേജ്, ചിക്കൻ, ക്യാപ്സിക്കം, തക്കാളി, ക്യാരറ്റ് എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല ഹെൽത്തി. ഇറ്റ്സ് ഈസ് ടു ഗുഡ്. കൊള്ളാം. സാൻഡ്വിച്ച് ക്രേവിങ് വരുമ്പം കഴിക്കാൻ പറ്റിയ സാൻഡ്വിച്ചാണ്. ഹെൽത്തിയാണ്, അത്യാവശ്യം നിറച്ചും വെജിറ്റബിളും ചിക്കനും എല്ലാം ഉണ്ട്. ഇറ്റ്സ് ഗുഡ്. ഇതാണ് ഞാൻ പറഞ്ഞ അവരുടെ സ്മൂത്തി. ഒരു രക്ഷയില്ലാത്ത പാക്കിങ്. അതൊക്കെ ക്യാൻ്റെ ടോപ്പ് പോലത്തെ സംഭവം. ഇത് പ്ലാസ്റ്റിക്, പക്ഷേ കിട്ടില്ല പാക്കേജിങ്ങും സംഭവം. ഇതിനും ഉണ്ട് 200 സംതിങ് ഒരു സ്മൂത്തിക്ക്. പ്രൈസ് ഉണ്ട് ഗൈസ്. ടേസ്റ്റ് നോക്കിക്കോട്ടെ. ഒരു കൈ ഉണ്ട്. ക്യാൻ ഓപ്പൺ ചെയ്യുന്നു ഞാൻ. ഓക്കെ, ട്രൈ ചെയ്തോട്ടെ. കിടിലൻ ടേസ്റ്റ് ഗൈസ്. ഞാനിത് ഏതൊക്കെ ഫ്രൂട്ടാണ് എന്തൊക്കെ ഇട്ടാണ് ഉണ്ടാക്കിയെന്നുള്ളത് ഞാൻ മുടിഞ്ഞ ടേസ്റ്റ്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണല്ലോ ഗൈസ്. ഒരു മിനിറ്റ്, ഇത് എന്ത് ഷേക്കാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് എ സെക്കൻഡ്. നിങ്ങളിത് വാങ്ങിച്ച് കുടിച്ചു പോകണം. വൈബ്രൻറ്റ് സ്മൂത്തി, അതാണ് ഇതിൻ്റെ പേര് ഗൈസ്. വൈബ്രൻറ്റ് സ്മൂത്തി. റോസ് ക്യൂയിസ്റ്റ് കടയുടെ പേര്. റോസ് ക്യൂയിസ്റ്റ് എന്ന് തന്നെ ഇതിൽ നോക്കിയാൽ മതി, സ്വിഗ്ഗിയിൽ. വൈബ്രൻറ്റ് സ്മൂത്തി, മാംഗോ, ബനാന, കാഷ്യൂ, വാനില, ഡേറ്റ്സ്. കുറച്ച് അൺഹെൽത്തിയാണ് ഗൈസ്. അല്ല, ഇത് ഹെൽത്തിയാണ് ഗൈസ്, പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഉള്ളതെല്ലാം കുറച്ച് കാലോറി കൂട്ടുന്ന ഐറ്റംസാണ്. പക്ഷെ നല്ല ടേസ്റ്റ് വെറുതെ അല്ല. മാംഗോയും ബനാനയും കാഷ്യൂ, വാനില, ഡേറ്റ്സ്. വൻകിട കോമ്പിനേഷനാണ് ഗൈസ് ഞാൻ ഓർഡർ ചെയ്തത്. സീന് സാധനം ഇത് മൊത്തം കുടിച്ച് കഴിഞ്ഞാൽ കീറും. തിക്കാണ്, പക്ഷേ തിക്ക് സ്മൂത്തിയാണ്. ഒരു സൂപ്പർ ടേസ്റ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റി. ഡേറ്റ്സിൻ്റെയും മാംഗോയുടെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഗുഡ് ജോബ്. ഇത് വൺ ഓഫ് മൈ ഫേവറേറ്റ് ആയി മാറിയിരിക്കുകയാണ്. ബാക്കിയുള്ള സ്മൂത്തി ഞാൻ വരും ദിവസങ്ങളിൽ ട്രൈ ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ എൻ്റെ ഇൻസ്ട്രക്ടർ വരാറായി. 12:30. ഇതും കുടിച്ചിട്ട്, ഇത് കുടിക്കാനില്ല, ഇത് ഇത്രയൊന്നും കുടിക്കാൻ പറ്റില്ല. ഇത് ജസ്റ്റ് ഒന്ന് കുറച്ചുകൂടെ കുടിച്ചിട്ട് ബാക്കി ഫ്രിഡ്ജ് വെച്ചേക്കാം. എന്നിട്ട് നേരെ പോയി വർക്കൗട്ട് തുടങ്ങാം ഗൈസ്. ബൈ. ഓക്കെ, ജിമ്മിൽ പോണതിന് മുമ്പേ കുറച്ച് TDM കളിക്കാമെന്നുള്ള പ്ലാനാണ്. ഇതെനിക്ക് മറ്റേ സാധകം ചെയ്യണമല്ലോ. ഓക്കെ, ഇത് വലിയ കുഴപ്പമില്ലാത്ത ആംഗിളാണ്. എത്ര നേരം നിൽക്കുമെന്നൊന്നും അറിഞ്ഞൂടാ. ഉടനെ തന്നെ ലൈവ് തുടങ്ങും ഗൈസ്. വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. ഗെയിം സ്ട്രീം കുറേ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വിൽ ബി ബാക്ക്. ഓക്കെ, ഇനി നമുക്ക് ജിമ്മിൽ പോവാം. ഒരു കളി കളിക്കുന്നു, ഒന്ന് വാമപ്പ് ആവുന്നു,
മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആയിട്ട് പോകാന്നുള്ള പരിപാടിയാണ്. എനിക്കാണല്ലോ ഒരു മെഡിറ്റേഷൻ പോലെയാണ്. ഇപ്പം TDM കളിക്കുക, എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഇറങ്ങുക, ഇതാണ് ഇപ്പോഴത്തെ പരിപാടി. ചിലരാണെങ്കിൽ ഞാൻ ഫുൾ ടൈം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അല്ല ഗൈസ്, ഞാൻ സാധകം ചെയ്യുകയാണ്, മെഡിറ്റേഷൻ ചെയ്യുകയാണ് TDM കളിച്ചിട്ട്. തോറ്റ് കഴിഞ്ഞാൽ പിന്നെ വാശിയാവും, പിന്നെ ഒരു റൗണ്ട് ജയിക്കാതെ പിന്നെ നിർത്തൂല ഗൈസ്. അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. സോ ഇനിയിപ്പോൾ എന്തായാലും നേരെ ജിമ്മിലോട്ട് പോട്ടെ ഗൈസ്. ഇന്നത്തെ പരിപാടികളെല്ലാം ഞാൻ കുറച്ചായിട്ട് കാണിക്കാം ഗൈസ്. മാക്സിമം ഒരുപാട് ലെങ്ത് പോകാതെ നോക്കാം. എന്നാലും ചിലപ്പോൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ അങ്ങ് സംസാരിച്ചങ്ങ് പോകും. അതാണ് പ്രശ്നം. അതാണ് ലെങ്ത് കൂടുന്നത് മിക്കപ്പോഴും. ഞാൻ പ്ലാൻ ചെയ്യുന്നത് ചെറിയ വ്ളോഗായിരിക്കും, പക്ഷേ അത് ചെയ്ത് വരുമ്പോഴേക്കും അത് വലിയ വ്ളോഗാകും. സോ സോറി ഗൈസ്, ബൈറ്റ്. അങ്ങനെ ഗൈസ്, രാവിലെ ജിമ്മൊക്കെ കഴിഞ്ഞ്, രാവിലെ അല്ല ആക്ച്വലി ഉച്ചയ്ക്കാണ് വന്നത്, കുറച്ച് ലേറ്റായി. അപ്പം അത് കഴിഞ്ഞ് ഞാൻ കുറച്ചൊന്ന് ടയർഡായി ഗൈസ്. പിന്നെ ഞാൻ അവിടെ കുറച്ച് നേരം ചുമ്മാ ഇരിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് ലേറ്റായിട്ടാണ് ഈവൻ ലഞ്ച് കുറച്ച് ലേറ്റായിപ്പോയി കഴിച്ചപ്പോൾ. അപ്പോൾ ഇനിയിപ്പം ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ച്. വീട്ടിലെന്തായാലും ഭയങ്കര ബോറടിയും, എനിക്ക് വട്ടാവുന്നുണ്ട് വീട്ടിൽ ഇരുന്നിട്ട്. ഭയങ്കര നിശബ്ദതയൊക്കെ, ഇങ്ങനെ ആ ഒരു സൈലൻസ് ഫീലിംഗ് നിങ്ങൾക്ക് അറിയാമല്ലോ. ഓൾറെഡി എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ശ്വാസം ഉണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, എന്തെങ്കിലുമൊക്കെ ആക്റ്റീവായിട്ട് ഇങ്ങനെ നിൽക്കാം. മറ്റാകുമ്പോൾ നല്ല ബോറടിയാണ് ഗൈസ്. അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാം, ജസ്റ്റ് ഒന്ന് മൈൻഡൊന്ന് മാറ്റാൻ വേണ്ടി എവിടെയെങ്കിലും പോയി കുറച്ച് നേരം ഇരിക്കാമെന്നുള്ള പ്ലാനിലാണ്. ഒന്നുകിൽ കഫിക്കാനോ അല്ലെങ്കിൽ കോസ് എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. സോ എനിക്ക് ആ കോസിലെ മാംഗോ ടാക്കോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. അപ്പം മറ്റേ ഹലൂമി ആൻഡ് മാംഗോ ടാക്കോ നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ ഡിന്നർ ഒന്നെങ്കിൽ അത് കഴിക്കാം. എന്നിട്ട് ഇന്ന് ചെന്നൈയുടെ കളിയുണ്ട്. അപ്പോൾ പറ്റുമെങ്കിൽ കുറച്ച് നേരം പോയി ഒന്ന് കഫിക്കാനയിലിരുന്ന് അത് കാണുകയും ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലാണ്. ലെറ്റ്സ് സീ ഗൈസ്. എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ബൈ. അങ്ങനെ ഗൈസ്, നമ്മുടെ മാംഗോ ഹലൂമി ടാക്കോ ഇല്ല, തീർന്നുപോയി. സോ ഞാൻ ഓൾട്ടർനേറ്റീവായിട്ട് ഒരു മാംഗോ ചിയ ബോൾ എന്ന് പറഞ്ഞൊരു സാധനമാണ്. പക്ഷെ അത് ബേസിക്കലി രാവിലെ ഒന്ന് കഴിക്കാനുള്ള ഐറ്റമാണ്. പക്ഷേ വേറെ ഓപ്ഷൻസ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഗ്രനോള കഴിക്കുകയാണ് ഗൈസ് ഈവനിങ് ടൈമിൽ. വേറെ ഒന്നും പറയുന്നില്ല. തൽക്കാലം നമുക്ക് ഈ ഒരു ചിയ ബോളും കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഓടാം, കഫിക്കാനയിലോട്ട് പോവാം. അവിടെ പോയിട്ട് കോഫി കുടിക്കാം ഗൈസ്. ഇതാണ് എൻ്റെ മാംഗോ ചിയ സീഡ് ബൗള്. സംഭവം കണ്ടിട്ട് കൊള്ളാം. ഒരു ഡെസേർട്ടായിട്ട് കഴിക്കാനുള്ള സാധനമായിരുന്നു. ഞാനിത് മിക്കവാറും ഡിന്നറായിട്ട് കഴിച്ച് മിക്കവാറും വയറ് ഫുള്ളാവുള്ള എല്ലാ ലക്ഷണം കാണുന്നുണ്ട് ഗൈസ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്, അതുകൊണ്ടൊരു ചെറിയ ചമ്മലുണ്ട് ഗൈസ്. നോക്കട്ടെ, എനിക്കൊന്നും എല്ലാം കൂടെ മിക്സ് ചെയ്യണമെന്ന് തോന്നുന്നു. ഞാനത് മിക്സ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. യോഗട്ടും ഒരുമാതിരി പിള്ളേർക്കുള്ള സെർലാക്ക് പോലെ ഉണ്ട് ഗൈസ്. എന്താവോ എന്തോ. ട്രൈ ഇറ്റ്. ഓ, അപാര പുളിപ്പ് ഗൈസ്. തൈരും മാങ്ങയും. ഇനി എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അബദ്ധം പറ്റില്ല. ഇതൊക്കെ ആരുടെ കഴിക്കുന്നത്? എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ വയ്യ. ഇതൊക്കെയാണ് പോഷ് ഭക്ഷണം ആൾക്കാരുടെ. ഗ്രനോള. പിന്നെ പണ്ട് കാര്യമില്ല, ഹെൽത്തി ഓപ്ഷൻസ് ഒന്നും കഴിക്കാതെ നടക്കുന്നത് ഞാനിത് കഴിക്കാൻ പാടില്ലായിരുന്നു. മാങ്ങ കുറച്ചേ ഉള്ളൂ. കുറച്ചുകൂടെ മാങ്ങ വേണം ഈ സാധനത്തിന്. ഇത് വളരെ കുറവ്. തൈരിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ഇത് കഴിക്കരുത്. ഇത് തൈര് ഓവർ ഡോസാവും. പക്ഷേ കഴിച്ചേച്ച് വരുമ്പോൾ കൊള്ളാം. നട്ട്സ് പോലെയുള്ള സാധനം കൊള്ളാം. നോട്ട് ബാഡ്. ഞാൻ ഈ ഗ്രനോള അധികം കഴിക്കാറില്ല കേസ്. അതുകൊണ്ടാണ് തൈരിൻ്റെ ടേസ്റ്റ് അത്രയ്ക്കും ഇങ്ങോട്ട് ദഹിക്കാത്തത്. ചില ഗ്രനോള ബോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈരും അതിലുള്ള സാധനങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും. ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഈ ബ്ലൂബെറി കോമ്പോട്ടിൻ്റെ മിക്സ് ആയപ്പം നല്ലൊരു ചെർലാക്ക് പോലത്തെ സാധനമായി. പക്ഷേ ടേസ്റ്റ് ഉണ്ട്, നൈസ്. കറക്റ്റ് ഇപ്പോൾ ആ ബ്ലൂബെറിയുടെ ടേസ്റ്റൊക്കെ വരുന്നുണ്ട്. ഗുഡ്. ആദ്യം കഴിച്ചു തുടങ്ങിയപ്പോൾ പോലെ അല്ല, മച്ച് ബെറ്റർ. ആക്ച്വലി ഇത് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നേ കൊള്ളാം. ഈ രാത്രി ഒന്ന് കഴിയത് കഴിച്ചു. എനിക്ക് പറ്റിയ അബദ്ധം പറ്റില്ല. ഞാൻ എന്തിനാണോ രാത്രി ഒന്ന് ഇത് ഓർഡർ ചെയ്തത്. പക്ഷേ ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഞാൻ അവിടെയാണ് കളി കാണുകയാണ് ഗൈസ്. ഇന്ന് ചെന്നൈ ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കളി കാണുന്നു, ഗ്രനോള ബോൾ കഴിക്കുന്നു, പിന്നെ നിങ്ങളോട് സംസാരിക്കുന്നു. എനിവേസ്, കഴിച്ചിട്ട് വരാം ഗൈസ്. ഇത് കഴിഞ്ഞിട്ട് നേരെ കഫിക്കാനേ പോകാം. ഇവിടെ TV ഇല്ല, അതുകൊണ്ട് അതൊരു പണിയാണ്. അപ്പോൾ അവിടെ പോയി കുറച്ച് നേരം കളിയും കാണാം. കഫിക്കാനോ കണ്ട ഗൈസ്, ഓരോരുത്തരും ഓരോ കാറിലാണ് വന്നേക്കുന്നത്. അവൻ്റെ പാർക്കിങ് മൊത്തം ഫുള്ള്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് സിനിമ കാണാൻ വന്ന പോലെ ഉണ്ട്. എന്താണ് ഇത്? ഭയങ്കര കേട്ടാ, ഭയങ്കര തിരക്ക്. ലോട്ട്സ് ഓഫ് പീപ്പിൾ. മഴ പെയ്യും ഉറപ്പാണ്. അപ്പം എന്തായാലും കേസ് കയറി കളി കണ്ടിട്ട് വരാം. ഇരിക്കുക സ്ഥലമുണ്ടോടെ ഈ കളി കാണാനുള്ള സ്കോപ്പ് ഉണ്ടാകുന്ന അവിടെ ആൾക്കാർ ഇരിപ്പുണ്ടല്ലേ. നോക്കട്ടെ കേസ്, കയറി കളി കണ്ടിട്ട് വരാം. ഗൈസ്, വിനിയാസിൻ്റെ പരസ്യം തറ കിടക്കുന്നത് കൊണ്ട് നേരെ ഇല്ലെങ്കിൽ വിന്യാസ് ഗൈസ്, നമ്മുടെ ഈ കൊച്ചിയുടെ പരസ്യമാണ്. നേരെ വെച്ചോ, നമ്മൾ പരസ്യം കാണിക്കാം. ഇടമണിക്കൽ ജുവലേഴ്സ് ആണോ? ഇടമണിക്കലാണോ? മിസ്റ്റർ അമൻ, ഹൗ ആർ യു? ആഫ്റ്റർ സോ ലോങ്. അങ്ങനെ
താങ്ക് യു. വീണ്ടും എൻ്റെ ബർത്ത്ഡേ കണ്ടിന്യൂസ്. ശരി ഗൈസ്, വരാം. അതിപ്പം മാറ്റിയെടുത്തുകൊണ്ട് വരുന്നതിൻ്റെ മെയിൻ കാരണം നേരത്തെ നമ്മൾ പാർക്ക് ചെയ്തതിൻ്റെ അവിടെ കാറ്റത്ത് തെങ്ങ് വന്ന് വീണ് ഗൈസ്, ജസ്റ്റ് മിസ്ഡ്. പക്ഷെ എൻ്റെ പൊന്നു എന്തൊരു കാറ്റാന്ന് നോക്കിയേ. അവിടെ നേരെ കാറ് അവിടെ ഇട്ടിരുന്ന കറക്റ്റ് ജസ്റ്റ് മിസ്. എന്തൊരു ലക്കെന്ന് ആലോചിച്ചോക്കെ, ഭാഗ്യം. ഓ അത് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ട് എത്തി ഗൈസ്. എന്തൊരു ഭാഗ്യം നോക്കിയേ. എവനാണ് പാർക്ക് ചെയ്ത് അവിടെ വെച്ചത്. അങ്ങനെ ഗൈസ് ആ തേങ്ങ എത്താറ് വന്ന് തട്ടിയാണ് പൊട്ടിയാണ്. അത് കറക്റ്റാണ്, നെറ്റും പൊത്തിങ്ങി തോന്നുന്നു. ദാറ്റ് വാസ് ക്ലോസ് ഗൈസ്. എൻ്റെ പൊന്നു എങ്ങനെയോ രക്ഷപ്പെട്ട്. ആ തേങ്ങയും വീണായിരുന്നു, അതും പോയി ബൗൺസ് ചെയ്ത് കാറി കൊണ്ടിരുന്നെങ്കിലും പണിയായിരുന്നു. സോ ദാറ്റ് വാസ് ക്ലോസ് എൻകൗണ്ടർ. സീനാണ് ഗൈസ് ഇപ്പോഴത്തെ ക്ലൈമറ്റ്. എന്തായാലും വരാം ഗൈസ്. അങ്ങനെ ഗൈസ് വണ്ടി സേഫാണ്. ഈ മരമൊക്കെ കാണുമ്പോൾ ഇപ്പോൾ പേടിയാവുന്നു. മാവ് എല്ലാം മരങ്ങൾ കാണുമ്പോൾ ഒരു ചെറിയ പേടി. ഈ ഊള കാറ്റ് കാരണം വെണ്ടാരടങ്ങേണ്ടതാണ്ടോ ചെടി ഇലയും മൊത്തം കാറിനെ പുറത്ത് അത്രമാത്രം കാറ്റുണ്ടായിരുന്നു ഗൈസ്. ദ ക്ലൈമറ്റ് ഈസ് വെരി അൺസർട്ടൺ പരിപാടിയാണ്. അതുകൊണ്ട് എല്ലാവരും കാറൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. 10-100 തേങ്ങ വീണ് ഗൈസ്. ഈ തെങ്ങ് വീണതും ആ തേങ്ങ ബൗൺസ് ചെയ്ത് കാറി വീണെന്തെങ്കിലും പണിയാകുന്നതിന് ആൾക്കാരൊക്കെ അവിടെ തേങ്ങ പറക്കിയെടുക്കുന്നു അവിടെ. അങ്ങനെ ഗൈസ് ജസ്റ്റ് ഒരു ക്ലോസ് എസ്കേപ്പ്. എനിവേസ് വരാൻ ഗൈസ്, സൂക്ഷിക്കുക. മഴയത്തൂടെ പോകുമ്പം എന്താണ് തലയിൽ വന്ന് വീഴുന്നതെന്ന് പറയാൻ പറ്റൂല. ആ ലെവൽ കണ്ടീഷനാണ് ഇപ്പം. അടുത്തിനി ഈ ഒരു മരം കുറച്ച് ഡേഞ്ചറായിട്ട് ഇരിപ്പുണ്ട്. അത് പതുക്കെ അകത്തോട്ട് കയറ്റിയിട്ടുണ്ട്. ഈ വണ്ടി പോയതിന് ശേഷം അകത്തേറി ഒരു സൂപ്പ് കുടിക്കാം. സഞ്ജു സാംസൺ ഔട്ടായി ഗൈസ്. ഇനിയിപ്പോൾ കളി കണ്ടിട്ട് കാര്യമില്ല. എന്തായാലും കയറി ഒരു സൂപ്പും കുടിച്ചിട്ട് വീട്ടിൽ പോകാന്നുള്ള പ്ലാനിലാണ്. ലെറ്റ്സ് സീ. നല്ല മഴ ഗൈസ്, ഒടുക്കത്തെ മഴ. അപ്പോൾ എന്തായാലും വരാം. അങ്ങനെ ഗൈസ് നമ്മൾ കഫിക്കാനെ വന്നപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനെ കണ്ടിരിക്കുകയാണ്. രാഹുൽ ഫ്രം മാംഗ്ലൂർ. ബ്രോ ഒരു ഫുഡ് ബ്ലോഗറാണ്. ബ്ലോഗിൻ്റെ പേരെന്തായിരുന്നു ബ്രോ? ഫുഡ് ഹണ്ടർ ഡോക്ടർ. അപ്പോൾ മാംഗ്ലൂരിൽ ദിയയുടെ സീനിയർ ആയിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ അവിടെ എവള് മുമ്പ് തള്ളുന്നെന്നാണ് ഞാൻ വിചാരിച്ചത്. അവിടെ ഭയങ്കര ഫുഡെന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി പറയുന്നു അവിടെ ഭയങ്കര അടിപൊളി ഫുഡാണ്, മാംഗ്ലൂർ പോയി വിസിറ്റ് ചെയ്യണമെന്നാണ്. അപ്പോൾ എന്തായാലും ഡെഫിനറ്റ്ലി എന്തായാലും നമ്മൾ മാംഗ്ലൂർ പോയിട്ട് ഒരു ഫുഡ് എക്സ്പ്ലോറേഷൻ ചെയ്യേണ്ടിയിരിക്കുന്നു ഗൈസ്. പുള്ളി ഫാമിലിയായിട്ട് ഫുഡ് അടിക്കാൻ വന്നതാണ്. ഇന്നലെ വന്നേ ഉള്ളൂ അല്ലേ കൊച്ചിയിൽ? ഇന്ന് വന്നേ ഉള്ളൂ. അപ്പോൾ ഇത് 2 ദിവസം മൊത്തം ഫുഡ് അടി തന്നെ. അപ്പം എന്തായാലും നൈസ് മീറ്റിംഗ് ബ്രോ. അപ്പം ഫുഡ് എൻജോയ് ഡിന്നർ. ഷുവർ തീർച്ചയായും. ശരി ഗൈസ് പുതിയ പരീക്ഷ എസ്പ്രസ്സോ. പക്ഷെ അതിന് മുമ്പേ മൗത്തൊന്ന് സെറ്റാക്കാൻ സോഡ. എന്തൊക്കെ പരിഷ്കാരങ്ങളാണെന്നറിയാം. കോഫി ടേസ്റ്റിംഗ്. അതാ കോഫിയുടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയായിരുന്നു ഗൈസ്. ഓ കാര്യമുണ്ട് കേട്ടോ, നല്ല ഐഡിയ. സോഡ വെച്ച് നമ്മൾ കുടിക്കുമ്പം പാലറ്റ് നല്ല രീതിയിൽ ക്ലെൻസ് ആവുന്നുണ്ട്. അപ്പോൾ ആ കോഫി ഒറ്റടി കുടിച്ചപ്പം അടിപൊളി. നല്ല ഒരു എന്താ പറയുക, അതിൻ്റെ പ്രോപ്പർ ആ ടേസ്റ്റ് കിട്ടുന്നുണ്ട് കോഫിയുടെ. നൈസ്, നല്ല കോഫി, നല്ല ബീൻസ്. അങ്ങനെ ഗൈസ് എൻ്റെ അലിയോലിയോ വന്നിരിക്കുകയാണ്. ആദ്യം തന്നെ ബ്രെഡിനെ പൊക്കുന്നു. എത്ര കഴിച്ചാലും മടുക്കാത്തൊരു ഐറ്റമാണ് അലിയോലിയോയും ബ്രെഡും. ഞാൻ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ബ്രെഡാണ്, ഇഫ് യു ഗൈസ് ഡോണ്ട് നോ. വീട്ടിലായാലും ഇന്ന് ഞാൻ ഫെറ്റുച്ചീനിയിലാണ് അലിയോലിയോ എടുക്കാൻ പറഞ്ഞത്. പക്ഷെ ഒരു വെറൈറ്റി ഫീലിംഗ്. ഞാൻ ഇതൊക്കെയാണ് ഫെറ്റുച്ചീനിയിൽ അലിയോലിയോ എടുത്തിട്ടില്ല. സോ ഇതൊരു പരീക്ഷണമാണ് ഗൈസ്. വർക്കാവില്ല. ഞാൻ കുറച്ച് സോഫ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറഞ്ഞായിരുന്നു പാസ്ത. ഞാൻ ഒന്ന് മിക്സ് ചെയ്തിട്ട് വരാൻ ഗൈസ്. അപ്പോൾ ഒറ്റ കയ്യിൽ മിക്സ് ചെയ്യുന്ന കുറച്ച് പണിയാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഗൈസ്. ആദ്യം ചിക്കൻ കഴിച്ചു നോക്കാം ഗൈസ്. ഇവിടുത്തെ ചിക്കൻ ഒരു ഗ്രിൽ ചിക്കനാണ് അവർ യൂസ് ചെയ്യുന്നത്. ഒരു ചെറിയൊരു സോൾട്ടി ടേസ്റ്റാണ്. ഇത് ഫെറ്റുച്ചീനിയാണ് ഗൈസ്. കൊള്ളാം. ആക്ച്വലി റിയലി നൈസ് ഗൈസ്. ഫെറ്റുച്ചീനി എതുവരെയായിട്ടും അലിയോലിയോ കഴിച്ചിട്ടില്ല. നല്ല ടേസ്റ്റ്. ലെറ്റ്സ് ട്രൈ ഇറ്റ് ഗൈസ്. കൺസിസ്റ്റൻസി കണ്ടറിയാം. നല്ല സോഫ്റ്റായിട്ടാണ് ഞാൻ കുക്ക് ചെയ്യാൻ പറഞ്ഞത്. ബിക്കോസ് എനിക്ക് ഹാർഡായിട്ട് വേണ്ടാന്ന് പറഞ്ഞു. അതായത് മറ്റേ അൽഡൻ്റെ സംഭവം വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് കുറച്ചിരി എക്സ്ട്രാ സോഫ്റ്റാക്കി. അതുകൊണ്ട് ഇതിങ്ങനെ അലിഞ്ഞു പോകുന്നു. റിയലി ഗുഡ് ഗൈസ്. അപ്പോൾ എന്തായാലും ഞാൻ ഇത് കഴിച്ച് തീർക്കട്ടെ ഗൈസ്. എന്നിട്ട് വീട്ടിൽ പോയിട്ട് കളി എന്താവുമെന്ന് അറിഞ്ഞുകൂടാ. ലെറ്റ്സ് സീ. CSK ജയിക്കുമായിരിക്കും. ടോട്ടലൊന്നും അറിഞ്ഞുകൂടാ എന്താണെന്നുള്ളത്. കണ്ടില്ല ഞാൻ. അപ്പോൾ എന്തായാലും വരാം. ബൈ. അങ്ങനെ ഗൈസ് ഇന്നത്തെ വളരെ നോർമലായിട്ടുള്ള ഒരു ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ തിങ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വ്ളോഗിന് വേണ്ടി
ഓരോന്ന് സെറ്റ് ചെയ്യാനും സ്റ്റേ ചെയ്യാനും ഉള്ള ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ആളല്ല ഞാൻ. സോ ബേസിക്കലി ബാക്കിയുള്ള വ്ളോഗേഴ്സ് ചെയ്യുന്ന പോലത്തെ പരിപാടികളൊന്നും ഗൈസ് എക്സ്പെക്ട് ചെയ്യരുത്. ഓൺലി ഇഫ് ദർ ഈസ് ഞാൻ പറയില്ല, ഞാനിപ്പോൾ എന്തെങ്കിലും പുറത്തിറങ്ങി എന്തെങ്കിലും ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെങ്കിലാണ് ഞാൻ നോർമലി വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ചില സാധനങ്ങളൊന്നും നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും ഞാൻ എന്തുകൊണ്ട് അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ജസ്റ്റ് നോ ദാറ്റ് നമ്മൾ ഈ വ്ളോഗിൽ പ്ലാൻഡ് ആയിട്ടൊന്നുമില്ല ഗൈസ്, സ്റ്റേജ്ഡ് ആയിട്ടൊന്നുമില്ല. സോ ജെനുവിൻ സംഭവങ്ങളാണ് കാണുന്നത്. ഇപ്പം ഞാൻ സന്ദീപിൻ്റെ കേസിൽ പറഞ്ഞ പോലെ ഞാൻ അവിടെ എത്തുമ്പോഴാണ് ഞാൻ അറിയുന്നത് തന്നെ അവൻ്റെ ബർത്ത്ഡേ ആണെന്നുള്ളത്. മാത്രമല്ല അത് അവൻ്റെ ബർത്ത്ഡേ പാർട്ടിയൊന്നും അല്ല കേസ്. ഞാൻ പറഞ്ഞില്ലേ ഡിന്നർ കഴിക്കാൻ പോയപ്പോൾ അവരിങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. സോ ബേസിക്കലി അത് വെച്ചിട്ട് വെറുതെ കുറേ ഇങ്ങനെ ഹേറ്റ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ഇന്ന് ഗിഫ്റ്റ് കൊണ്ടുപോകാത്തത്, മറ്റേത് വാങ്ങിച്ചു കൊടുക്കാത്തത് ഗൈസ്, അവനോട് എല്ലാവർക്കും ഉള്ള സ്നേഹം എന്താണെന്നുള്ളത് അവനറിയാം. മനസ്സിലായില്ലേ? നിങ്ങൾ അത് പറഞ്ഞ് അതായത് ഈ ഹേറ്റ് ഉണ്ടാക്കാൻ നടക്കുന്നവരാണ് പറഞ്ഞത്. അത് അല്ലാതെ ഈ രണ്ട് വ്ളോഗും ഇപ്പം കാർത്തിയുടെ വ്ളോഗ് കാണുന്നവർക്കും അറിയാം, എൻ്റെ വ്ളോഗ് കാണുന്നവർക്കും അറിയാം സന്ദീപും നമ്മളൊക്കെ ആയിട്ട് എന്ത് ക്ലോസ് ആണെന്നുള്ളത്. അപ്പം അവന് ഗിഫ്റ്റ് കൊടുക്കണമെന്നുള്ള സമയത്ത് നമ്മൾ കൊടുക്കും. അത് വ്ളോഗിൽ കാണിക്കണമെന്നൊന്നുമില്ല ഗൈസ്. ഞാൻ പറഞ്ഞില്ല ഇത് വ്ളോഗ് എടുക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. വ്ളോഗ് എടുക്കുമ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിലാണ് ആ സമയത്ത് നമ്മൾ ഓരോന്ന് ചെയ്യുന്നത്. അപ്പം അന്നത്തത് അതുപോലെ തന്നെയായിരുന്നു. ആകസ്മികമായിട്ട് അങ്ങനത്തെ ഒരു പരിപാടിയാണെന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് കേക്കൊക്കെ വാങ്ങിച്ച് നമ്മളത് മുറിച്ച് സെലിബ്രേറ്റ് ചെയ്ത് അവൻ ഹാപ്പി ആയത്. അവൻ്റെ ഹാപ്പിനെസ് ആണ് നമുക്ക് വലുത്. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾക്കാണ് ഈ ഗിഫ്റ്റ് കൊടുക്കാത്ത എന്ത്, അവൻ സങ്കടപ്പെട്ടിരിക്കുന്നത് അതായത് അവന് പോലും ഇല്ലാത്ത സങ്കടം ഈ പറയുന്നവർക്കാണ്. അപ്പം ബേസിക്കലി അതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല. അപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ സർക്കിൾ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സർക്കിളാണ്. ഞാൻ അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി അങ്ങോട്ട് ഇങ്ങനെ സെലിബ്രേഷൻസും പരിപാടി ഒരു കല്യാണത്തിന് പോലും പോകാത്ത ആളാണ് ഞാൻ. അപ്പം ബേസിക്കലി ഇവങ്ങൾക്ക് മനസ്സിലാക്കാം എനിക്ക് അങ്ങനത്തെ ആ ഒരു ടൈപ്പ് ഓഫ് എക്സ്ട്രോവേർട്ടോ അങ്ങനെ എല്ലാം സെലിബ്രേറ്റ് ചെയ്ത് നടക്കുന്ന ഒരാളോ അല്ല. സോ ബേസിക്കലി അത് ഇപ്പം എന്നെ അറിയാത്തവർ കുറച്ച് പേരെങ്കിലും ഉണ്ടെങ്കിൽ അവരറിഞ്ഞിരിക്കണം ഗൈസ്. ഞാൻ ഒരു വ്ളോഗർ എന്നുള്ള രീതിയിൽ തുടങ്ങിയ സാധനമല്ലേ ഇത്. എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ എങ്ങനെയാണ് അതേ ഈ വ്ളോഗിലും കാണത്തുള്ളൂ. സോ അത് മാറത്തൊന്നുമില്ല ഗൈസ്. സോ ഞാനിപ്പോൾ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഈ വ്ളോഗിൽ കാണും. ഇപ്പം ഗിഫ്റ്റ് അതിപ്പോൾ എനിക്ക് തോന്നിയിട്ട് കൊടുക്കുന്നതായിരിക്കും. അല്ലാതെ വ്ളോഗിന് വേണ്ടി ഗിഫ്റ്റ് കൊടുക്കുന്ന പറഞ്ഞ് നടക്കുന്നവരെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കാനൊന്നും എന്നെ കിട്ടൂല ഗൈസ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിർബന്ധമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നിർബന്ധിക്കൂല. അപ്പോൾ എന്തായാലും ഗൈസ് അടുത്തിനി എന്തെങ്കിലും ചെറിയ വല്ല പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വരുന്നതായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് എനിക്ക് തിന്നണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പോകുന്നതായിരിക്കും. അല്ലാതെ ഞാൻ വ്ളോഗിന് വേണ്ടി തിന്നാൻ പോകില്ല. വ്ളോഗ് എടുക്കാൻ വേണ്ടിയും ഞാൻ പ്രത്യേകിച്ച് ഒന്നും അഭിനയിക്കാനും പോകുന്നില്ല ഗൈസ്. സോ അങ്ങനെ ഒരു റിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻ മാത്രമേ വെക്കാവൂ എൻ്റെ ഈ വ്ളോഗിൽ നിന്ന്. ബിക്കോസ് ഞാൻ എന്താണ് ചെയ്യുന്നത് ഇത് ഞാൻ പറഞ്ഞില്ല എൻ്റെ പ്രോപ്പർലി ഞാൻ ഇത് എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗായിട്ടാണ് ചെയ്യുന്നത്. അപ്പം എൻ്റെ ലൈഫിൽ എന്താണ് നടക്കുന്നത് അതേ ഞാൻ കാണിക്കത്തുള്ളൂ ഗൈസ്. അല്ലാതെ എൻ്റെ ലൈഫിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യൂല. മനസ്സിലായി? എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഞാൻ ഇതിൽ കാണിക്കത്തുമില്ല. ഞാൻ എന്താണ് അത് ഞാൻ വ്ളോഗിൽ കാണിക്കും. അത്യാവശ്യം എല്ലാവർക്കും അറിയാം ഞാൻ എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്, എൻ്റെ ലൈഫ് എങ്ങനെയാണെന്നുള്ളത്, എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ആരൊക്കെയാണെന്നുള്ളത്. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയുള്ളവരുമായിട്ടുള്ള എൻ്റെ റിലേഷൻഷിപ്പും എല്ലാവർക്കും ഈ ഒരു വ്ളോഗിൽ കൂടെ മനസ്സിലാവുകയും ചെയ്യും. സോ ആരും അവരുടെ ഇഷ്ടങ്ങൾ പുഷ് ചെയ്യാൻ നോക്കണ്ട കേസ്. അത് നടക്കൂല. ഞാൻ എന്തായാലും ബാക്കിയുള്ളവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്ന ഒരാളല്ല. സോ എൻ്റെ ആ ഒരു ലൈഫ് സ്റ്റൈല് കാണാൻ താല്പര്യമുള്ളവർ കണ്ടാൽ മതി കേസ്. ബിക്കോസ് ഇതൊരു നിർബന്ധിച്ച് നമുക്ക് ആളെ കയറ്റാൻ പറ്റുന്ന ഒരു സാധനമല്ല. സോ പീപ്പിൾ ഹൂ ലൈക്ക് അസ് അവർ മാത്രം, അതായത് നമ്മളെങ്ങനെയാണ് നമ്മളായിട്ട് ഇഷ്ടപ്പെടുന്നവർ മാത്രം ഇതിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേസ്. ഒരു നിർബന്ധവും ഇല്ല. അതല്ലേ ചിലർക്കൊക്കെ ഭയങ്കര വിഷമവും പ്രശ്നങ്ങളുമാണ് അവർ പറയുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ. സോ അതുകൊണ്ട് ഗൈസ് എനിക്ക് അത്രേ പറയാനുള്ളൂ. അങ്ങനെ ഗൈസ് വീട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ ചെറിയൊരു ഡേ ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനകത്ത് കുറേ സാധനങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ അത് ഒത്തിരി ലെങ്തി ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നും ഇല്ലായിരുന്നു ഗൈസ്. ജസ്റ്റ് ഞാൻ തന്നെ കുറച്ചൊന്ന് സോളോ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങിയത് തന്നെയാണ് പരിപാടി. ചിലപ്പോൾ ഗൈസ് ഇതോടെ ഈ ഒരു ഡെയിലി വ്ളോഗ് പരിപാടി തീരും. ഇനി ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ വ്ളോഗായിട്ട് വരത്തുള്ളൂ. ഞാൻ വ്ളോഗിന് വേണ്ടി ഒന്നും ചെയ്ത് കാണിക്കുന്ന ഒരാളല്ല ഞാൻ. സോ ബേസിക്കലി എൻ്റെ ലൈഫിൽ എന്താണ് നടക്കുന്നത് അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ വ്ളോഗ് തുടങ്ങിയത്. സോ ആ ഒരു എക്സ്പെക്റ്റേഷനെ വെക്കാവൂ ഗൈസ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇഫ് എനിത്തിങ് വീണ്ടും വരുന്നതായിരിക്കും. മാക്സിമം ഞാൻ നോക്കാം വ്ളോഗ് ചെയ്യാനുള്ളൊരു മൂഡും വ്ളോഗ് ചെയ്യാനുള്ള എന്തെങ്കിലും സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത വ്ളോഗുമായിട്ട് വരുന്നതായിരിക്കും. പിന്നെ ഞാൻ ഫോട്ടോഗ്രാഫി വീണ്ടും സ്റ്റാർട്ട് ചെയ്യാന്നുള്ള പരിപാടിയിലാണ്. കുറച്ചാൾ മാറി നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് അതിലോട്ട് തിരിച്ച് വരാനായിട്ട്. കോൺഫിഡൻസിൻ്റെ ഇഷ്യൂ തന്നെയാണ് മെയിൻ. അപ്പോൾ എല്ലാം കൂടെ മാക്സിമം സൈഡ് ബൈ സൈഡ് കൊണ്ടുപോകാൻ നോക്കാം ഗൈസ്. സോ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ആൻഡ് അപ്പം അതുവരെ ഒരു ചെറിയ ബ്രേക്ക്, എൻ്റെ ഹെൽത്തും എല്ലാം നോക്കണമെന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ കാര്യങ്ങളുമായിട്ടും മുന്നോട്ട് പോകാനുള്ള പ്ലാനാണ്.
ഇനിയിപ്പോൾ അടുത്ത വ്ളോഗ് എന്താണെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഞാൻ പറഞ്ഞില്ല, എന്തെങ്കിലും വ്ളോഗ് എടുത്തു കഴിഞ്ഞാൽ എന്തായാലും വരും ഗൈസ്, അത്രേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഡെയിലി വ്ളോഗ് എന്തായാലും ഈ 25 എണ്ണം ഞാൻ എന്തായാലും ഞാൻ ചെയ്തെന്ന് തോന്നുന്നു. അത്യാവശ്യം ഒരു എന്താ പറയുക സ്ട്രീക്ക് അങ്ങനെ അങ്ങ് പോകാതെ തന്നെ ഞാൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഒരു എക്സ്പെരിമെൻ്റൽ പരിപാടിയായിരുന്നു. സോ നല്ല പ്രഷറാണ് ഇത്. ഈ വ്ളോഗ് പറയുന്ന പോലെ എളുപ്പമൊന്നുമല്ല നമ്മൾ ചെയ്യുമ്പം, അതെനിക്ക് മനസ്സിലായി. ബിക്കോസ് കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഇത് ചെയ്ത് അതിൻ്റെ ഒരു പ്രഷർ നല്ല. ഈ കാർത്തി ബ്രേക്ക് എടുത്തത് വെറുതെ അല്ല, അവൻ പിന്നെ 1 വർഷം ചെയ്തതിൻ്റെ ആ ഒരു സ്ട്രെയിനും എന്താ പറയുക സ്ട്രെസ്സും എല്ലാം കാണും. സോ ഐ അണ്ടർസ്റ്റാൻഡ് അവൻ എവിടെ നിന്നാണ് വരുന്നതെന്നുള്ളത് മനസ്സിലായി. സോ എന്തായാലും നോക്കാം ഗൈസ്, ഇഫ് എനിത്തിങ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടേക്ക് കെയർ ഗൈസ്, ലവ് യു ഓൾ, ബൈ.